കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഒരു കൂട്ട കൊഴിഞ്ഞുപോക്കലുകൾ അത് പല രീതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ചെന്നെത്തുന്നത് ഇടതുപക്ഷത്തേക്കല്ല, UDFിലേക്കല്ല, BJPയിലേക്കാണ് എന്നുള്ള ആ ഒരു കാഴ്ച പല രീതിയിൽ കാണുന്നുണ്ട്. നേതാക്കൾ, കുടുംബങ്ങൾ ഒക്കെ തന്നെയും ഇടതുപക്ഷ ചായ്വുള്ള പലരും BJP പാളയത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു കാഴ്ച. അതിലിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഇപ്പോൾ ഒരു പുതിയ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. അതായത് പതിറ്റാണ്ടുകളുടെ CPM ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് CPM നേതാക്കൾ ഉൾപ്പെടെ 23 കുടുംബങ്ങളാണ് ഇപ്പോൾ BJPയിലേക്ക് ചേർന്നിരിക്കുന്നത്. വിശദമായി തന്നെ പറയുകയാണെങ്കിൽ കോട്ടയത്തിൻ്റെ മലയോര മേഖലയായ കോരുത്തോട് ദേശീയ ജനാധിപത്യ സഖ്യം പുതിയ ചരിത്രമെഴുതുകയാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതായത് പൂഞ്ഞാർ നിയോജക മണ്ഡലം കോരുത്തോട് പ്രദേശത്ത് 23ഓളം CPM കുടുംബങ്ങൾ ഇടതുപക്ഷം ഉപേക്ഷിച്ചുകൊണ്ട് BJPയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും 15 വർഷത്തിലേറെയായി പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമായിട്ടുള്ള CK സോമൻ, 15 വർഷത്തിലേറെ കാലമായി പാർട്ടിയോടൊപ്പം സഞ്ചരിച്ച PJ മോനിച്ചൻ, വേണു ചാമപ്പാറ എന്നീ നേതാക്കൾക്കൊപ്പം 23 കുടുംബങ്ങളാണ് ഇപ്പോൾ ഇടതുപക്ഷം ഉപേക്ഷിച്ചുകൊണ്ട് BJPയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ വളരെ വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞുപോക്കലുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. CPM നേതാക്കളടക്കം 23 കുടുംബങ്ങളാണ് ഒറ്റയടിക്ക് BJP പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 15 വർഷത്തിലേറെക്കാലമായി പാർട്ടിയോടൊപ്പം സഞ്ചരിച്ച PJ മോനിച്ചൻ, വേണു ചാമപ്പാറ, അതോടൊപ്പം തന്നെ CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമായിട്ടുണ്ടായിരുന്ന CK സോമനടക്കം 23 കുടുംബങ്ങൾ, ഇടതുപക്ഷ ചായ്വുണ്ടായിരുന്ന 23 കുടുംബങ്ങളാണ് ഇപ്പോൾ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ CPM ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് കോട്ടയത്തിൻ്റെ മലയോര മേഖലയായ കോരുത്തോട് ഭാഗത്ത് BJPയിൽ ചേർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഇത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയുമുള്ള ഈ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെയും ഇടതുപക്ഷത്തെ നല്ല രീതിയിൽ ബാധിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണകരമായി മാറുമോ എന്നുള്ളതും വോട്ടാക്കി മാറ്റാൻ BJPക്ക് സാധിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.